this conclave would be successful in achieving its objectives with regards Yogi Adityanath. ശിവിയാറിന് അങ്ങനെ വളരെ അഭിമാനത്തോടെ വളരെ പ്രൗഢായി ശ്രീ വി എൻ വാസവൻ യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ക്ഷണക്കത്തിന് മറുപടി കത്തോടെ വായിക്കുന്നുണ്ട്. അങ്ങനെ സർവ്വധർമ്മ സമഭാവന മാത്രമല്ല സർവ്വ രാഷ്ട്രീയ സമഭാവന കൂടി ഉൾപ്പെടുത്തിയ സ്നേഹസംഗമത്തെ നിങ്ങൾ ഇപ്പോഴും എതിർക്കുന്നത് എന്തിനാണ് ശ്രീ വി ആർ അനൂപ്? ഹാഷ്മി, ഇതേ വിഷയത്തിലുള്ളൊരു ചർച്ചയിൽ അങ്ങയോട് ഞാൻ തന്നെ പറഞ്ഞു, കേരള സർക്കാരിൻ്റെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഈ പ്രോഗ്രാം നടത്തുന്നതിലുള്ള റോൾ മോഡൽ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ്. അദ്ദേഹം ഈ ഗവൺമെൻറ് അഭിഭാഷകൻ അന്ന് കോടതിയിൽ പറഞ്ഞത് യോഗി ആദിത്യനാഥിന് UP-യിൽ കുംഭമേള നടത്താമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്കായിക്കൂടെ എന്നാ. അന്ന് ആ ചർച്ചയിൽ CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞത് എന്താ? അത് സാങ്കേതികമായി നിയമപരമായി ഞങ്ങൾ ഉന്നയിച്ചൊരു ആവശ്യമാണ് എന്നാണ്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായില്ലേ? യോഗി ആദിത്യനാഥ് ആ ആശംസാ സന്ദേശം വി എൻ വാസവൻ വായിക്കുന്നത് ഒരു പ്രേമലേഖനം വായിക്കുന്നത് പോലെയാണ്. ഡിയർ വാസവൻജി എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താ? ലോർഡ് അയ്യപ്പ ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ധർമ്മ. സ്വാമി അയ്യപ്പൻ ധർമ്മത്തിന്റെ സംരക്ഷകനാണ്, ഒരു സംശയവുമില്ല. പക്ഷേ സ്വാമി അയ്യപ്പൻ ധർമ്മശാസ്താവായ അയ്യപ്പൻ ധർമ്മത്തിന്റെ സംരക്ഷകനാണെന്ന് പറയുമ്പോൾ RSS പറയുന്ന ധർമ്മമല്ല അത്. അയ്യപ്പന്റെ ധർമ്മം എന്ന് പറയുന്നത് അപരസ്നേഹത്തിന്റെ ധർമ്മമാണ്. വാവർക്ക് ഇടം കൊടുത്ത സന്നിധാനമാണ് അയ്യപ്പൻ്റെത്. വാവരെ മുസ്ലിമായ വാവരെ ആദരിച്ചിരുത്തി. ഇത് താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മന്ത്രി ശ്രീ വി എൻ വാസവൻ അറിയാത്തതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഒന്നും അറിയാത്തവരല്ല. ഞാൻ പറയുന്നത് യോഗി ആദിത്യനാഥ് പോയ കാലത്ത് പറഞ്ഞ താങ്കൾ ഈ പറയുന്നത് പോലെ ആ ധർമ്മത്തിന് ചേർന്നത് എന്ന് ശ്രീ യോഗി ആദിത്യനാഥ് വിചാരിക്കുന്ന ആ സംസാരങ്ങളൊക്കെ മറന്ന് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കണമെങ്കിൽ ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു സ്നേഹത്തിന്റെ താമരനൂലുണ്ടല്ലോ. അത് അയ്യപ്പ ദർശനത്തിന് താമരനൂലല്ലേ? എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? അല്ല ഹാഷ്മി, മറക്കാനല്ല. യോഗി ആദിത്യനാഥിനെ വേദിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സന്ദേശം ചർച്ചയാക്കുന്നതും വെള്ളാപ്പള്ളി നടേശനെ കാറിലിരുത്തി കൊണ്ടുവരുന്നതും മറക്കാനല്ലെന്നേ, ഓർമ്മിപ്പിക്കാനാണ്. ഞങ്ങളാണ് ഈ പറയുന്ന സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന അപരവിദ്വേഷത്തിന്റെ ആളുകളോടുള്ള സമീപനം വ്യക്തമായി പറയുകയല്ലേ. യോഗി ആദിത്യനാഥിനെ കുറിച്ച് വാസവൻ അറിയാത്തതല്ല, വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയാത്തതല്ല. അയ്യപ്പന്റെ പാരമ്പര്യത്തിന്റെ, അയ്യപ്പന്റെ വിശ്വാസത്തെ, സഹിഷ്ണുതയുടെ പാരമ്പര്യത്തെ ഞാൻ ഇതേ ചർച്ചയിൽ തന്നെ പറഞ്ഞപ്പോൾ ഹാഷ്മിയോട് പറഞ്ഞത് എന്താ? വാവർ സന്നിധാനം ഇവിടെ അടിച്ച് കളയണമെന്ന് പറഞ്ഞ, വാവർ സന്നിധാനം പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ VHPയുടെ പ്രസിഡന്റിനെതിരെ കേസെടുക്കാത്ത സർക്കാരാ. വാവരുള്ളത് കൊണ്ട് നാളെ ശബരിമല വഖഫ് ഭൂമിയാകുമെന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ട് പരാതി ഉണ്ടായിട്ട് ഇതുവരെ കേസെടുക്കാത്ത ആളുകളാ. അവരെ വീണ്ടും വീണ്ടും ആനയിച്ചു കൊണ്ടുവരാ. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി വളരെ വ്യക്തമല്ലേ? ഇന്നലെ വരെ നവോത്ഥാനം പറഞ്ഞ ആളുകൾ അവർ പറയുന്നു ബിന്ദു അമ്മിണി യോഗ്യനല്ലെന്ന് പറഞ്ഞു. അതവരുടെ സ്റ്റാൻഡാണെന്ന് പറയാം. ഇപ്പൊ പറയുന്നത് ഇത് ഇവിടെ വരാൻ യോഗ്യൻ യോഗി ആദിത്യനാഥ് എന്ന് പറയുമ്പോൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് കേവലമായ ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ. യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിലാണ് മരിച്ച മുസ്ലിം സ്ത്രീകളെ അവരുടെ ശവം മാന്തിയെടുത്ത് ബലാത്സംഗം ചെയ്യണമെന്നൊരു നേതാവ് പ്രസംഗിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ വെറുപ്പ് പ്രസരിപ്പിച്ച, വർഗീയ വിഷം പ്രചരിപ്പിച്ച ഒരാളെ ശബരിമല പോലൊരു സന്നിധാനത്തിലേക്ക് കൊണ്ടുപോയി കളങ്കപ്പെടുത്തിയില്ലേ പിണറായി വിജയൻ? യാഥാർത്ഥ്യമല്ലേ? CPM അതിന് കൂട്ടുനിൽക്കുകയല്ലേ, മാപ്പ് സാക്ഷിയല്ലേ? CPM-നെ സംബന്ധിച്ച് CPM ഭഗവത്ഗീത, പിണറായി വിജയന് ഭഗവത്ഗീത വായിക്കാം, ഞങ്ങൾ അതിനെതിരല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഗാന്ധിയും ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്, ഗോഡ്സെയും ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്. ഇവിടെ ഭഗവത്ഗീത ആരെങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ ഗാന്ധിയെ കൊന്ന ഗോഡ്സെയും ഭഗവത്ഗീതയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ സന്ദേശം എന്ന് പറയുന്നത് പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹം നിരന്തരം വർഗീയ വിഷം പ്രസരിപ്പിക്കുന്ന ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സന്ദേശമുണ്ട്. അത് കഴിഞ്ഞ് വേദിയിൽ വി എൻ വാസവൻ വളരെ കേരളത്തിൽ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ട്? എന്തുകൊണ്ട് യോഗി ആദിത്യനാഥ്, എന്തുകൊണ്ട് UP-യുടെ മുഖ്യമന്ത്രി? ഇപ്പോ UP-യുമായി ബന്ധപ്പെട്ട ഏറ്റവും കുറവ് ഭക്തർ വരുന്ന സംസ്ഥാനമായിരിക്കും UP. ഇവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, ഈ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നുണ്ട്, ഇപ്പൊ ഡൽഹിയിലടക്കം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ അയ്യപ്പ ഭക്തനുമായി ബന്ധപ്പെട്ടൊന്നും അത്ര പ്രാധാന്യമില്ലാത്ത ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബോധപൂർവം പരമ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ?
നിങ്ങളെക്കാൾ കേരളത്തിലെ സംഘപരിവാറും ഉത്തരം പറയണമെന്നേ. ഈ കുളിമുറിയിൽ CPM മാത്രമല്ല RSSും നഗ്നരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.